ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെന്ന്. എവിടെയൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ കരുതിന്. പിന്നെ മഴ ആയതുകൊണ്ട് ആവാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ ഒന്ന് വണ്ടി സെറ്റപ്പ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചില്ല. ഒന്നിപ്പോൾ അതായിക്കോട്ടെ പരിപാടി. ഫുള്ള ഏറുമല കളി. നമുക്ക് ഇനിയടുത്ത് നമുക്ക് അലൈൻമെന്റ് ചെക്ക് ചെയ്യാം. അത് അലൈൻമെന്റ് ആകെ തെറ്റിക്കിടക്കുക. അതൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വീൽ കപ്പ് ഇടാൻ വേണ്ടി നെല്ലിക്കുത്ത് എത്തിപ്പോ നമ്മൾ ഇത്ര പെട്ടെന്ന് അല്ലേ. അങ്ങനെ നമ്മള് ഏകദേശം പരിപാടികളൊക്കെ നമുക്ക് തീർന്നു. ഇനിയുണ്ട് കേട്ടോ, കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ വണ്ടിയല്ല കേട്ടോ, അത് അമ്മേൻ്റെ കുട്ടീൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവൻ്റെ വണ്ടിക്ക് കുറച്ച് പേപ്പർ വർക്കും അതുപോലെ തന്നെ നമുക്ക് അലൈൻമെന്റ് റെഡിയാക്കാണ്ട്, ടയർ ചേഞ്ച് ചെയ്യാണ്ട്, പിന്നെ അതേമാതിരി അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമ്മൾ മഞ്ചേരി പോയതാണ് നമ്മൾ. പിന്നെ എന്താ വെച്ചാൽ പിന്നെ കുറച്ച് ആക്സറീസും കൂടി നമുക്ക് വാങ്ങണം. അതായത് വീൽ കപ്പ് വാങ്ങണം. നമ്മൾ നേരത്തെ ഒരു ഷോപ്പ് കയറി, അവിടെ നമുക്ക് വേണ്ടതില്ല അവിടെ. അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും മഞ്ചേരിന് പോയി വീൽ കപ്പ് വാങ്ങണം. പിന്നെ അതേമാതിരി നമ്മളെ വണ്ടിക്ക് കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മളെ വണ്ടിക്കും കുറേ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് സ്റ്റിയറിംഗ് വീല് എന്താ പറയുക, ഇതിനൊരു കവർ ഇട്ടുണ്ട്. നമ്മൾ വണ്ടി വാങ്ങി അന്നിട്ടതാണ്, പിന്നെ നമ്മൾ മാറ്റിയിട്ടില്ല. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ കാര്യം പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് ഞാൻ ആകെ 2-3 സാധനങ്ങൾ മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ. അതൊന്ന് ഈ ഒരു കവറും, 2 നമ്മൾ ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ നമ്മൾ ഇതിമ ഘടിപ്പിച്ചു. അത് നല്ലൊരു കാര്യം. നമുക്ക് കാണാത്ത ഏരിയകളൊക്കെ ഉണ്ടാവില്ല സൈഡൊക്കെ, അത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ ഉള്ളത് നമ്മൾ ഹോണാണ്. ഹോൺ നമ്മൾ വൈൻഡ് ഹോൺ വെച്ചിട്ടുണ്ട്. നമ്മൾ ഹോണെ കാണിച്ചിട്ടോ, ഇതാണ് ഹോണ്. വിൻഡ് ഹോൺ വെച്ചിട്ടുണ്ട്. ഇതിന് സാധാരണ ടൊയോട്ടക്ക് വരുന്നത് ചെറിയ ഹോണാണ്. അത് എന്താ പറയുക, ഒരു വളവിൽ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഇടങ്ങേറാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ഇടവഴി കൂടെ നമ്മൾ പോണ സമയത്ത് ഈ ഒരു വണ്ടി പോകുമ്പോൾ, ഇനിയിപ്പോൾ മുന്നിൽ നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടി വരികയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഹോൺ കൊണ്ട് നമുക്ക് കേൾക്കണമെന്നില്ല. കാരണം ചെറിയൊരു ഹോണാണ് ഇതിന് വരിക. മറ്റേ ടൈപ്പ് ഹോണല്ലേ, കീ പറഞ്ഞിട്ട് സിംഗിൾ ഹോൺ, നമ്മൾ ബൈക്കിനൊക്കെ വരുന്ന ടൈപ്പ്, ആ ഒരു ഹോണാണ് ഇതിന് വരിക. അപ്പോൾ അത് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ മറ്റേ മൾട്ടിപ്പിൾ ഹോണാക്കി വെച്ചു. നമ്മൾ വലിയ ഘടിപ്പിച്ച വലിയ ഒച്ചുള്ള ഹോണൊന്നല്ല, ഒരു മീഡിയം സൗണ്ടിൽ നമ്മളിത് വെച്ചു.
അങ്ങനെ ആകെ 3 ടൈപ്പ് നമ്മൾ മാറ്റുള്ളൂ. ഇനി മാറ്റാൻ കിടക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതിൽ നിന്ന് ഗിയർ നോബ്, ഇതൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതൊക്കെ മാറ്റണം. പിന്നെ അതേമാതിരി മാറ്റ് നമുക്ക് കാർബൺ മാറ്റ് ഉണ്ട്, കാർബൺ അല്ലല്ലോ അതിൻ്റെ പേര് 3D മാറ്റ് ഉണ്ട്, അത് നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാവരും ചില്ലറ കുറച്ച് പരിപാടികളൊക്കെ ഇനി നമുക്ക് വണ്ടിയിൽ ചെയ്യാനായിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഓക്കെ. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ടയർ മാറ്റണം. ടയർ ഞാൻ നോക്കി, അപ്പോൾ മിഷേലിൻ ടയറാണ് ഒന്നുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് പല റൂട്ട് കൂടി നമ്മൾ ഓടുന്നുണ്ടല്ലോ, കട്ട് റൂട്ട് കൂടിയും അതായത് നല്ല റൂട്ട് കൂടെ ഓടുമല്ലോ നമുക്ക്. അപ്പോൾ ഒന്നുകൂടി നല്ലത്, ഞാൻ റിവ്യൂ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും നല്ലത് തോന്നിയത് എനിക്ക് മിഷേലിൻ ടയറാണ്. ഇനി അതല്ലാത്ത വേറെ ഏതെങ്കിലും ടയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ടയർ കാറ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കിന്. അപ്പോൾ പ്രശ്നമാണ്, അതായത് സൂചി പഞ്ചറുണ്ട്, കുറേ പഞ്ചറുണ്ട് ഇതിൽ. അപ്പം അങ്ങനെ പ്രശ്നമുണ്ട്. ഈ ഒരു സ്റ്റിയറിംഗ് വീല് മാറ്റാനും ഒരു ചെറിയ കാരണമുണ്ട്. അതെന്താ വെച്ചാൽ ഈ മഴയുള്ള ഈ സമയത്തൊക്കെ വണ്ടി എടുത്ത് പോണ സമയത്ത് നമുക്ക് ഒടിക്കുമ്പോൾ കൈയാകെ വഴുവഴുപ്പാണ് വരിക. വഴുവഴുപ്പ് പറഞ്ഞാൽ അതാകെ കൈയൊക്കെ ആകെ മിൻസായിട്ട് നമുക്ക് ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ തെന്നിപ്പോണ മാതിരി തോന്നും. അപ്പോൾ അതിനാണ് ഇങ്ങനെ ഒരു കവർ നമ്മൾ ഇട്ടത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒരു കെൽപ്പൊക്കെ നമുക്ക് ഇതിന് കിട്ടും. ഈ ഒരു സാധനം നമുക്ക് നല്ലൊരു ഉപകാരമുള്ളൊരു സാധനമാണിത്. ഇതെന്താ വെച്ചാൽ ഫ്ലാഷ് ലൈറ്റാണ് കേട്ടോ, എമർജൻസി ലൈറ്റ്. അതേമാതിരി ബ്രൈറ്റ് നമുക്ക് ഒന്ന് കുറച്ചിടും ചെയ്യാം, അതൊക്കെ ചെയ്യാം. ഇതിൻ്റെ ഉപകാരം എന്താ വെച്ചാൽ ചാർജബിൾ ആണ്, നമുക്ക് കുത്തിച്ചാണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മൾ കാർമലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒട്ടിപ്പിടിക്കും, കാരണം ഇവിടെ ഒരു ഗാന്ധശക്തി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന്മേൽ ഇത് ഒട്ടിപ്പിടിക്കും. പോരാത്തത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാവിമലും കൊളുത്തിടാം. ഞാൻ ഒന്നുമല്ല, ഈ ഒരു സാധനം പൊക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടേബിളും വെക്കുകയാണെങ്കിൽ ഇതേമാതിരി നിൽക്കും ചെയ്യും. ഇതിപ്പോൾ അവിടെ അടക്കത്തെ വേണ്ടി എടുത്തിയാണ്, അതങ്ങനെ നിൽക്കാത്ത ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിൽക്കും ചെയ്യും. അങ്ങനെ നമുക്ക് ഈ ഒരു സാധനം ഇത് ഉപയോഗിക്കാം. പിന്നെ പറഞ്ഞാൽ ഇത് മെയിനായി കണ്ട് എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്നൊരു എമർജൻസി കേസൊക്കെ ഉണ്ട്. ഇപ്പോൾ ടയർ പഞ്ചറാവുക, അതല്ല ഇനിയിപ്പോൾ നമുക്ക് ബോണറ്റൊക്കെ തുറന്ന് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ പിടിച്ച് വെക്കണം. അതായത് ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കണ്ട, നമുക്ക് ഇതുകൊണ്ട് ഒട്ടിച്ച് വെച്ചാൽ അവിടെ നിൽക്കും, റാഹത്താണ്. ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ നിൽക്കുന്നുള്ളത്. നമ്മളെ വണ്ടിക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. അതായത് ടയറിൽ ചെറിയ തോതിൽ സൂചി പഞ്ചറുണ്ട്. അപ്പം അതൊന്ന് തീർക്കണം നമുക്ക്. ഓരോരോ ഇടങ്ങേറുകളാണ് ഇന്നത്തെ ദിവസം മൊത്തം. ഇങ്ങനെ ഒരു വണ്ടി പ്രശ്നത്തിനോട് ഇങ്ങനെ പോയി, എന്താ ചെയ്യലേ. റോഡിൻ്റെ അവിടെ ഉണ്ടെങ്കിൽ വലിയൊരു കുഴികളുണ്ട്. ഇതൊക്കെ ഈ വാട്ടർ അതോറിറ്റിൻ്റെ പരിപാടി കേട്ടോ. സംഭവം ഒരു പൈപ്പ് ഇട്ട് ഓരോട് പോകും, പിന്നെ ബാക്കി മൊത്തം നമ്മളിങ്ങനെ കടന്നനുഭവിക്കുക. അതിപ്പോൾ 2 സൈഡിലും ഉണ്ട്. എന്തിനാ അതിനൊക്കെ എന്തിനാ ആവശ്യം എന്നപ്പോൾ ഞാൻ നോക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ചെലവ് പറഞ്ഞു, പൈസ ചെലവ്. അതുവരെ അമ്മേൻ്റെ മകൻ്റെ കാർ എടുത്തുകൊണ്ടിരുന്നു, ഇതുവരെയുള്ള എല്ലാ സർവീസും ഉണ്ടായിരുന്നു. ഇപ്പം അമ്മക്കും കിട്ടി, ടയർ പഞ്ചറായി. ഏകദേശം 200 റുപ്യൻ്റെ പരിപാടി കിട്ടി. വലിയൊരു പഞ്ചറും ഉണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ചെറിയ സൂചി പഞ്ചറും ഉണ്ട്. അതൊക്കെ പാടായപ്പോക്ക് തീരുമാനമായി. പിന്നെ ഇനി ഒന്നും നോക്കല്ലേ, ഇനി ടയർ മാറ്റല്ല, അത് വേറെ രക്ഷയല്ല. നമ്മൾ കുറേ നോക്കി, ഇനി എത്രയില്ലേ ഇങ്ങനെ ഇത് കടച്ചിങ്ങനെ പോവാ. ഞാൻ നോക്കിയിട്ട് വരില്ല, ഇനി ടയർ മാറ്റുക. അങ്ങനെ ഒരു ദിവസം ഇന്ന് എന്താ ചെയ്യുക, പൈസ ചെലവ് എന്നല്ലാതെ. സത്യം പറഞ്ഞാൽ അമ്മായിൻ്റെ കുട്ടീൻ്റെ വണ്ടിക്കാണ് ആദ്യമായിട്ട് ഈ ഒരു പരിപാടി തുടങ്ങിയത്. ഇപ്പം അതിനും വേണ്ടി പോണ സമയത്ത് നമുക്കും കിട്ടുക അതിൻ്റെ ഇടയിൽ.
അതായത് നമ്മളെ വണ്ടിൻ്റെ ഫ്രണ്ട് ടയറും പഞ്ചറായി, നല്ലൊരു പഞ്ചറുണ്ട്. അതിന് മുന്നേ ആയിട്ട് ആദ്യം ഒരു സ്ക്രൂ കുടുങ്ങിയാണ്ട് അങ്ങനെ പഞ്ചറായി. അത് അടച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഇങ്ങനൊരു പരിപാടി പാടെ. ഇതിൻ്റെ ഇടയിലായിട്ട് ചെറിയൊരു പഞ്ചർ വേറെ. ഇങ്ങനെ ആകെപ്പാടെ ഒരു ദിവസം, ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു പണിയായിപ്പോയി. എന്തായാലും ഇന്നത്തെ ദിവസം പോയതുകൊണ്ട് ഒന്ന് ഉന്മേഷമാവാൻ വേണ്ടി നമുക്ക് കുറച്ച് ഗ്ലൂക്കറോയിഡോ അങ്ങനെ എന്തൊക്കെ ഇതിൻ്റെ പേര്, എനർജി ഇട്ടുന്ന സാധനമാണ് പറഞ്ഞിട്ട് തന്നതാ. എന്നാൽ ഇതിമ്മ കൂടട്ടെ, ഇന്നത്തെ എനർജി കൂടട്ടെ എന്നാ. ഇങ്ങനെ ഇത് പൊട്ടിക്കണേ. 2 ഷീൽഡ് ഉണ്ട് അല്ലേ. ഇതാണ് സാധനം. എന്തോ വലിയ മറ്റേ ഈ എന്താ പിന്നെ പറയില്ലേ, ഒരു ഗ്യാസിൽ ഒരു മുട്ടായി ഉണ്ടായിരുന്നല്ലോ, എത്ര അതിൻ്റെ പേര്, അതൊക്കെ മാതിരി ഒരു സാധനം. നോക്കി നോക്കാം എന്തായാലും. അടിപൊളി പോലെ. എന്നാല് എത്ര ഇങ്ങനെ ഉത്തർന്നിട്ട് തരുമോ പോന്നിട്ട് അടുത്ത ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കുക. ഇനി സത്യത്തില് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. രാവിലെ മുതൽ തുടങ്ങി നമ്മൾ വണ്ടിൻ്റെ ഓരോ പരിപാടികളും ഇങ്ങനെ തുടർന്ന് അങ്ങനെ വൈകുന്നേരം വരെ നമ്മുടെ ഓട്ടത്തിലായി. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പണി കിട്ടി. അങ്ങനെ എന്താ പറയുക പോയി. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു യാത്രയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒന്നാമത് നമുക്ക് കാലാവസ്ഥ നല്ലതല്ല. അപ്പം അങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് ഭയങ്കര ഇടങ്ങേറാണ്. ഇപ്പോൾ താമരശ്ശേരി ചുരത്ത് പോലെ ഇപ്പം മണ്ണിടിഞ്ഞു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ലോങ് ഓടാനായിട്ട് പറ്റൂല. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു പരിപാടി ആയത് എന്നല്ല, നമ്മൾ കരുതി കുട്ടിയാക്കിയല്ലോ. വണ്ടിൻ്റെ ഓരോ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പോയതാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ വണ്ടി ഇങ്ങനെ പണിയിട്ട് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ശരി, നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ബൈ.